ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്ന് പറയും. ഇതാണ് നെത്തോലി. കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഞാൻ കഴുകുന്ന മൈദയിലാണ് കഴുകുന്നത്. നല്ല വൃത്തിയായിട്ട് വരും. അപ്പം അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത്. തേങ്ങ, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ, ഇത് ചെറിയ സ്പൂണാണ്, 2 സ്പൂണ് 2-3 സ്പൂൺ എടുക്കാം മല്ലിപ്പൊടി. നമുക്ക് എളുപ്പം സിമ്പിളായിട്ട്, സമയമില്ലല്ലോ ആർക്കും രാവിലെ, അപ്പം പെട്ടെന്നുണ്ടാക്കാവുന്ന 3 സ്പൂണ് നമ്മളിതിട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചേർക്കുന്ന തക്കാളിയാണ്. അപ്പോൾ ഇതാണ്, ഒരു തക്കാളി എടുക്കുകയാണ്. തക്കാളിയും കൂടി ഇട്ട് നമ്മൾ അരയ്ക്കുകയാണ്. എളുപ്പം പെട്ടെന്നുണ്ടാക്കാവുന്നതാണ്. സമയമില്ലല്ലോ ആർക്കും, അപ്പം പെട്ടെന്നൊക്കെ ഇതൊന്ന് അരച്ചെടുത്താൽ മതി. സിമ്പിളായിട്ടുണ്ടാക്കാവുന്നതാണ്. നമ്മളിത് അരച്ചെടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ 2-3 കരിവേപ്പും കൂടെ ഇടും അരയ്ക്കാനായിട്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മളിത് അരച്ചെടുക്കുകയാണ്. നമ്മളിത് അരച്ചെടുക്കുക. എളുപ്പത്തിലുണ്ടാക്കാം. രാവിലെ എല്ലാവർക്കും ധൃതിയല്ലേ, അപ്പം എളുപ്പത്തിൽ ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല കളറാണ്. അപ്പം നമ്മളത് അരപ്പ് ചേർത്ത് വയ്ക്കുകയാണ്. നമ്മളതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അത് വാട്ടുക. ഐസായിട്ടിരിക്കും, തണുത്ത്. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട്, വെളിച്ചെണ്ണ ചൂടാൻ നമ്മളതിലോട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, ഇത്രയാണ് എൻ്റെ ആവശ്യമുള്ള സാധനം. നമ്മളിത് വാട്ടുകയാണ്. നമ്മളിപ്പോഴാണ് ഉലുവ ഇടുന്നത്. 1/2 സ്പൂണ് ഉലുവയും കൂടെ ഇടുക. ഇടുമ്പോൾ ഉപ്പും കൂടെ ഇടുക, അല്ലെങ്കിൽ ഉലുവ ആദ്യം ഇട്ടാൽ കരിഞ്ഞു പോകും. ഉപ്പിടുകയാണേ. ഒരു 3 സ്പൂൺ ഉപ്പിടുക. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇടാം. ഇതാണ് പരുവം. ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. എന്താ കളറ്, ആ തക്കാളിയുടെയൊക്കെ കളറ്. നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കലക്കി വരും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. എന്തേലും വെള്ളം വേണോ അത്രയും ചേർക്കാം. നമ്മൾ ഒരു കൊഴുത്ത പരുവത്തിലാണ് എടുക്കുന്നത്. നമ്മളതിലോട്ട് ഒരു തിള വരുമ്പോഴത്തേന് മുരിങ്ങയ്ക്ക ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുരിങ്ങയ്ക്ക ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മുരിങ്ങയ്ക്കായും കൂടി ഇട്ടൊന്ന് കറി വയ്ക്കാം. എന്നിട്ട് കരിവേപ്പിലയും കൂടെ കുറച്ചിടാം. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം. മീനൊക്കെ ഇടുന്നതുകൊണ്ട് ഉപ്പ് വേണ്ടി വരും. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടേണ്ടി വരും. നമ്മൾ അതിൻ്റെ അകത്ത് വാളംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. വാളംപുളിയോ കുടംപുളിയോ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്ന കുടംപുളിയാണ്. അത് കുടംപുളി. അത് അടച്ച് വെച്ചിട്ടൊന്ന് തിള വരട്ടെ. കളം നല്ല തിള വന്നിട്ടുണ്ട്. അതിലോട്ട് മുരിങ്ങയ്ക്ക ഇടാം.
മുരിങ്ങയ്ക്ക ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് മുരിങ്ങയ്ക്ക ഇടും. ഇതൊന്ന് വേകട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് മീൻ വേകുമല്ലോ. അപ്പം ഇതൊന്ന് തിളച്ച് വെന്തോട്ടെ. അപ്പം നമ്മൾ അടപ്പെടുക്കണം. തിള വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നാം തിള, രണ്ടാം തിള എന്നൊക്കെ ഉണ്ട്. അപ്പം രണ്ടാമത് തിളച്ച് വന്ന് മുരിങ്ങയ്ക്ക ആയിട്ടുണ്ട്. നമ്മൾ മീനിടുകയാണ്. മുരിങ്ങയ്ക്ക വേണമെന്നില്ല, ഞാൻ മുരിങ്ങയ്ക്ക ഇട്ടതെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. മുരിങ്ങയ്ക്ക വേണ്ട, അല്ലാതെ തന്നെ വയ്ക്കാം. ഇത് മത്തി ഇതുപോലെ തന്നെ വയ്ക്കാം. ഇത് ഞാൻ ഇപ്പം ഇവിടെ മുരിങ്ങയ്ക്ക ഉള്ളത് കൊണ്ട് ഞാൻ വെച്ചാണ്. അപ്പം ഇത് പെട്ടെന്ന് വേകുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇളക്കിയത് എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇട്ട ഉടനെ ഒന്നും പൊടിയത്തില്ല. ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ബാക്കി ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇടയ്ക്കും ഇളക്കരുത്, നടുക്കും ഇളക്കരുത്. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം, അല്ലെ മീൻ പൊടിഞ്ഞു പോകും. എല്ലാം വെന്തിട്ടുണ്ട്. നല്ല കുറുകിയിട്ടുണ്ട്, നല്ലപോലെ കുറുകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുളിയും ഉപ്പും ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. എല്ലാം ഉണ്ട്. അപ്പം നമ്മളിനി ഇതങ്ങ് നിർത്തി വയ്ക്കും. അതിന് ഇടയ്ക്ക് നമ്മളിപ്പം കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇച്ചിരി കറിവേപ്പില അങ്ങ് കൂടുതലങ്ങ് ഇട്ടേക്കാം. നിർത്തുകയാണ്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ, 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കുന്നുണ്ടോ, നമ്മളതങ്ങ് നിർത്തുകയാണ്. ഓഫാക്കി നമ്മൾ അടച്ചങ്ങ് വയ്ക്കുക. അപ്പോഴും തിളയാണ്, നിർത്തിയിട്ടും നമ്മളത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിളമ്പുമ്പോൾ നല്ല ഫ്രഷായിട്ട് നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ചിരിക്കും. ഇതാണ് മീൻകറി. കൂട്ടുകാരെല്ലാവരും വെച്ച് കഴിക്കണം കേട്ടോ. അറിയത്തില്ലാത്തവർക്ക് ഇത് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും ബെൽ ബട്ടണൊക്കെ ചെയ്യണം കേട്ടോ. ഇതാണ് മീൻകറി, റെഡിയായിട്ടുണ്ട്. നമ്മളത് അടച്ച് വെച്ച് വിളമ്പുമ്പോൾ മാത്രമേ ഇനി തുറക്കുകയുള്ളൂ കേട്ടോ. ഇതാണ് മീൻകറി. നമുക്കിനി അത് അടച്ച് വെച്ചേക്കാം.